ഈ പുഴയും കടന്ന സീരിയലിന്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ എല്ലാം അവസാനിച്ചു എന്ന് തോന്നലായിരുന്നു കാവേരിക്ക്. ചുറ്റിനും നിൽക്കുന്ന ഗംഗയും വിനീതും അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയില്ലാതെ നിന്നു. കാവേരിയുടെ അച്ഛൻ അരവിന്ദനെ വഞ്ചിച്ച് സ്വത്തുക്കളൊക്കെ തട്ടിയെടുത്ത ജയപാലിനെ അവൾ ഏറെ കഷ്ടപ്പെട്ട് ശേഖരിച്ച തെളിവെല്ലാം തന്നെ അവൾ അയാളുടെ ഗുണ്ടുകൾ മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നു. ഏറ്റവും വലിയ സാക്ഷിയായിരുന്ന ശിവരാമേട്ടനും ഇപ്പൊ പേടിച്ച് പിന്മാറിയിരിക്കുന്നു. തന്റെ പ്രിയപ്പെട്ട അനിയത്തി നിളമോളുടെ ജീവൻ രക്ഷിക്കാൻ ഓപ്പറേഷനിലെ തുക ഇനി എവിടെ നിന്നും കണ്ടെത്തും? ഈ ചിന്ത കാവേരിയുടെ നെഞ്ചിൽ ഒരു വലിയ ഭാരമായി മാറി. അപ്പോഴാണ് പോലീസ് ജീപ്പിന്റെ ശബ്ദം കേട്ടത്. SI ചാരുലത വാതിൽ തുറന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ മുഖത്ത് വല്ലാത്ത നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. കാവേരിയുടെ അടുത്തേക്ക് വന്ന് തോളിൽ കൈവച്ചുകൊണ്ട് തന്നെ ചാരുലത പറഞ്ഞു, കാവേരി, നീ ഇങ്ങനെ തളർന്നിരുന്നാൽ എങ്ങനെയാ? നമ്മൾ ഈ യുദ്ധത്തിൽ തോറ്റുകൊടുക്കാൻ പാടില്ല. നിന്റെ അനിയത്തിക്ക് നിന്നെ വേണം. നഷ്ടപ്പെട്ട തെളിവുകളൊക്കെ നമുക്ക് വീണ്ടും കണ്ടെത്താം. ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട് കാവേരി. ചാരുലതയുടെ ആ ഒരു വാക്ക് കാവേരിയുടെ ഉള്ളിൽ അണഞ്ഞുപോയ തീപ്പൊരിയെ വീണ്ടും ഊതി തെളിയിച്ചിരുന്നു. കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ അവിടെ നിന്നും എഴുന്നേറ്റു. അങ്ങനെ അവൾ നേരെ പോയത് ശിവരാമേട്ടന്റെ വീട്ടിലേക്കാണ്. മുറ്റത്ത് നിൽക്കുമായിരുന്ന ശിവരാമേട്ടൻ കാവേരിയെ കണ്ടപ്പോൾ കുറ്റബോധം കൊണ്ട് തല താഴ്ത്തി. അയാളുടെ മുഖത്ത് നോക്ക് കാവേരി വേദനയോടുകൂടി ചോദിച്ചു, ശിവരാമേട്ട, സകല സത്യങ്ങളും പോലീസിനോട് പറയാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താ വരാതിരുന്നത്? വീണ്ടും എന്നെ ചതിക്കുമായിരുന്നോ? അവളുടെ വാക്കുകളിൽ സങ്കടവും നിരാശയും നിഴലിച്ചു. ശിവരാമേട്ടന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അല്ല കുഞ്ഞെ, നിനക്ക് ഞാൻ വാക്ക് തന്നതാ. പക്ഷേ ആ ജയപാലൻ നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ആളല്ല. അയാൾ വലിയ ദുഷ്ടനാ. എൻ്റെ ഭാര്യയും മക്കളെയൊക്കെ വെച്ച അവൻ ഭീഷണിപ്പെടുത്തിയത്. അവരുടെ ജീവൻ വെച്ച് കളിക്കാൻ എനിക്ക് പേടിയാ കുഞ്ഞെ. ഞാൻ ഈ ജീവിക്കുന്നതിനെ അവർക്ക് വേണ്ടിയിട്ടില്ലേ എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ കാവേരിയുടെ മുന്നിൽ നിന്നിങ്ങനെ പൊട്ടിക്കരയാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ കാവേരിയുടെ ഉള്ളിലെ ദേഷ്യം അലിഞ്ഞങ്ങില്ലാതായി. അയാളെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോഴാണ് ശിവരാമേട്ടൻ വിളിച്ചത്. കുഞ്ഞെ, എൻ്റെ അരവിന്ദൻ സാറിന് നീതി കിട്ടണം. ഇനി ആ ജയപാലൻ എന്നെ തടയാത്ത രീതിയിൽ തന്നെ എവിടെയെങ്കിലും വന്ന് സത്യം പറയാൻ എനിക്കൊരു അവസരം നീ ഉണ്ടാക്കി തായോ. എന്ത് വന്നാലും ഞാൻ പറയാം. ആ വാക്കുകൾ കാവേരിക്ക് പുതിയൊരു പ്രതീക്ഷ നൽകി. ജയപാലൻ തൻ്റെ പണവും സ്വാധീനവും ഉപയോഗിച്ച് ബാങ്ക് മാനേജറെ അവിടെ നിന്നും ദൂരത്തേക്ക് സ്ഥലം മാറ്റിയിരുന്നു. കാവേരിക്ക് അനുകൂലമായി അയാൾ മൊഴി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു നീക്കം. പക്ഷേ കാവേരിയും ചാരുലതയും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ദിവസങ്ങൾ നീണ്ടുനിരുന്ന അന്വേഷണത്തിനൊടുവിൽ അവർ ആ ബാങ്ക് മാനേജറെ കണ്ടെത്തി. ജയപാലൻ കാര്യങ്ങളൊക്കെ മണത്തറിഞ്ഞു എന്ന് എനിക്ക് പണി തന്നതാ കുട്ടി. നിനക്കനുകൂലമായി ഞാൻ സംസാരിക്കുമെന്ന് അവൻ ഭയന്നു. മാനേജർ പറയുന്നുണ്ട്. സാർ എന്നെ സഹായിക്കുമോ? കാവേരി ആകാംക്ഷയോട് ചോദിച്ചു. തീർച്ചയായിട്ടും ഈ ഒരു അവസരം കിട്ടിയ എന്ത് വില കൊടുത്തും ജയപാലിനെതിരെ മൊഴി നൽകും ഞാനേ. അയാൾ ഉറപ്പു നൽകി. ഇതിനിടയിൽ തന്നെ SI ചാരുലതയുടെ അന്വേഷണത്തിൽ നഷ്ടപ്പെട്ടു പോയ അരവിന്ദന്റെ ഡയറിയും ഫോണൊക്കെ അവർ തിരികെ കണ്ടെത്തിയിരുന്നു. സാഹചര്യങ്ങളെല്ലാം തന്നെ കാവേരിക്ക് അനുകൂലമായി മാറിയിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ ജയപാലൻ അറിഞ്ഞിരുന്നില്ല. തൻ്റെ ഏകമകൾ രാഗിണിയുടെയും നിവിൻ്റെയും കല്യാണം വളരെ ആഡംബരപൂർവ്വം തന്നെ നടത്താനുള്ള നെട്ടോട്ടത്തിലായിരുന്നു അയാൾ. കാവേരി എന്ന ശല്യം എന്നേക്കുമായി ഒഴിഞ്ഞുപോയി എന്നും ഇനി യാതൊരുവിധ തെളിവും അവൾക്ക് കിട്ടാനും പോകുന്നില്ല എന്ന കടുത്ത അഹങ്കാരത്തിലായിരുന്നു ജയപാലൻ. പുഷ്പപാടി ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ഗംഭീര കല്യാണം തന്നെ നടത്താനായിരുന്നു അയാളുടെ പദ്ധതി. രാഗിണിയാവട്ടെ നിവിനൊപ്പമുള്ള ജീവിത സ്വപ്നം കണ്ട് ആ ഒരു ആകാശത്തുകൂടെ അങ്ങനെ പാറിപ്പറക്കുകയായിരുന്നു. അവൾക്ക് നിവിനെ അത്രക്കധികം ജീവനായിരുന്നു. കല്യാണ ദിവസം അടുക്കുന്തോറും നിവിൻ്റെ മനസ്സിലെ ഭാരം കൂടിക്കൂടി വന്നു. അവന് രാഗിണിയെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. തൻ്റെ ജീവിതം വലിയൊരു നരകത്തിലേക്ക് വീഴുകയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. വീട്ടുകാരുടെ നിർബന്ധം സഹിക്കാൻ കഴിയാതെ അവൻ ആ കടുകൈ ചെയ്യാണ്. മുറിയിൽ കയറി വാതിലടച്ച് കുറേ അധികം സ്ലീപ്പിംഗ് പിൽസൊക്കെ എടുത്തങ്ങ് കഴിച്ചു. എന്നാൽ സമയം വൈകാതെ തന്നെ വീട്ടുകാരത് കണ്ടുപിടിക്കുകയും അവനെ നേരെ ആശുപത്രിയിലെത്തിച്ച് രക്ഷിക്കുകയും ചെയ്തു. ഇതിൻ്റെയൊക്കെ പേരിൽ വലിയ കുറ്റപ്പെടുത്തലുകളാണ് അവന് പിന്നീട് നേരിടേണ്ടി വന്നത്. നീ എന്തിനാടാ ഈ കടുങ്കൈ ചെയ്തത്? ഈ കല്യാണം നടന്നില്ല എങ്കിൽ നിന്റെ അമ്മ എത്രമാത്രം വേദനിക്കുമെന്ന് നിനക്കറിയില്ലേ? സ്വന്തം അച്ഛൻ പോലും അവനെ അങ്ങ് കുറ്റപ്പെടുത്തി സംസാരിച്ചു. അമ്മ രാജേശ്വരിയുടെ സങ്കടം കണ്ട് മാത്രം മനസ്സോടുകൂടെ തന്നെ പിന്നീട് അവൻ ആ കല്യാണത്തിന് അങ്ങ് തയ്യാറാവാണ്. മറ്റൊരു വശത്ത് സ്നേഹതീരത്ത് എല്ലാവരും വലിയ യാത്രക്കുള്ള ആ ഒരു ഒരുക്കത്തിലായിരുന്നു. പുഷ്പവാടി എന്നേക്കുമായി വിട്ട് തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു. നിലമോളുടെ ഓപ്പറേഷന് വേണ്ടി അവിടെ ഡോക്ടറെ കാണാനായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ അവിടെയുള്ള ആർക്കും ആ നാട് വിട്ടു പോകാനൊന്നും മനസ്സുണ്ടായിരുന്നില്ല. യമുനക്കും വിനീതിനും ജനിച്ചു വളർന്ന ആ ഒരു നാടും വീടും ഉപേക്ഷിക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ബേബി ചേട്ടനും സലീമിക്കായും ശാരദക്കുമെല്ലാം തന്നെ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായ ആ ഒരു ഗ്രാമം ഉപേക്ഷിക്കുന്നത് വലിയൊരു വേദനയായിരുന്നു. എങ്കിലും കാവേരിയുടെ ആവശ്യത്തിനായിട്ട് മാത്രം അവർ അതെല്ലാം തന്നെ സഹിക്കാനും തയ്യാറായി.
തൻ്റെ ഈ പോരാട്ടങ്ങളൊന്നും തന്നെ കാവേരി വീട്ടുകാരെ അറിയിച്ചിരുന്നില്ല. കൃത്യസമയത്തിന് പണം കിട്ടുമെന്ന് മാത്രം അവൾ അവരോട് പറഞ്ഞിരുന്നു. രാഗിണിയുടെയും നിവിൻ്റെയും വിവാഹ ദിവസം വന്നെത്തുകയാണ്. പുഷ്പവാടിയിലെ വലിയ കല്യാണ മണ്ഡപത്തിൽ ആഡംബരപൂർവമായ ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. ജയബാലൻ അഹങ്കാരത്തോടു കൂടെ തന്നെ അതിഥികളെയൊക്കെ സ്വീകരിച്ചു നിൽക്കുന്നു. സ്നേഹതീരത്തും തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുന്നതിന് മുൻപ് തൊട്ടു മുൻപ് തന്നെ കാവേരിയും വിനീതും ഗംഗയും നേരെ ആ ഒരു കല്യാണ മണ്ഡപത്തിലേക്ക് നടന്നു ചെന്നു. കാവേരിയെ അവിടെ കണ്ടപ്പോൾ ജയബാലൻ്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. അയാൾ അവളുടെ അടുത്തേക്ക് വന്നു. നിന്നെയൊന്നും ഞാൻ കല്യാണത്തിന് വിളിച്ചില്ലല്ലോടി. ആ വിളിച്ചില്ലെങ്കിലും വന്ന സ്ഥിതിക്ക് ഏതായാലും ഉണ്ടിട്ട് പോയാൽ മതി, അയാൾ പരിഹസിച്ച് പറഞ്ഞു. കാവേരി അയാളുടെ കണ്ണിലേക്ക് അങ്ങ് തുറപ്പിച്ചു നോക്കി പറഞ്ഞു. നിങ്ങളുടെ മകളുടെ കല്യാണത്തിന് ആഹാരം കഴിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല ഞങ്ങൾ. എൻ്റെ അച്ഛനെ ചതിച്ചും പറ്റിച്ചും നിങ്ങൾ കുറേയധികം സമ്പാദിച്ചതല്ലേ, അത് തിരിച്ചു ചോദിക്കാൻ വന്നതാ ഞാൻ. ജയബാലൻ ഉച്ചത്തിലങ്ങ് ചിരിച്ചു. ഹോ, നിനക്ക് അത്രമാത്രം അഹങ്കാരായോടി? മുൻപും നീ ഇത് തന്നെ ശ്രമിച്ചിട്ടില്ലേ? നിന്റെ കയ്യിൽ വല്ല തെളിവുമുണ്ടോടി? അയാൾ ചോദിച്ചു. അങ്ങനെ അയാൾ ചോദിച്ചു തീർന്നതും തന്നെ കല്യാണ മണ്ഡപത്തിന് പുറത്തു പെട്ടെന്ന് തന്നെ ഒരു പോലീസ് ജീപ്പ് അങ്ങ് വന്ന് നിൽക്കുകയാണ്. അതിൽ നിന്നും SI ചാരുലത ഗാംഭീര്യത്തോടു കൂടെ ഇറങ്ങി വന്നു. ജയബാലിനെതിരെ ഒരു കേസ് അറസ്റ്റ് വാറന്റ് ഉണ്ട്. ചാരുലതയുടെ ശബ്ദം ആ മണ്ഡപത്തിലങ്ങ് മുഴങ്ങിക്കേട്ടു. ജയബാലൻ ഞെട്ടിത്തിരിഞ്ഞുപോയി. തൻ്റെ മകളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള ദിവസം ഇങ്ങനെയൊക്കെ സംഭവിക്കും, ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് അയാളെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. എൻ്റെ പേരിൽ അറസ്റ്റ് വാറന്റോ? മാഡം എന്ത് ഉദ്ദേശത്തിലാണ് എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്? അയാൾ പരിങ്ങലോട് ചോദിച്ചു. ഈ നിൽക്കുന്ന കാവേരിയും കുടുംബവും തനിക്കെതിരെ ശക്തമായ തെളിവോടുകൂടെ തന്നെ ഒരു കേസ് തന്നിട്ടുണ്ട്. അത് സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ചാരുലത പറഞ്ഞത് കേട്ട് അയാൾ വീണ്ടും തർക്കിക്കാൻ തുടങ്ങി. എന്ത് തെളിവ്? എന്തൊക്കെ കള്ളമാണ് മാഡം? ചാരുലത തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വോയിസ് റെക്കോർഡൊക്കെ ഓൺ ചെയ്തു. അതിൽ അരവിന്ദനും ജയബാലനും തമ്മിലുള്ള സംഭാഷണങ്ങളെല്ലാം തന്നെ കൃത്യമായി ഉണ്ടായിരുന്നു. ജയബാലൻ അരവിന്ദനെ ചതിച്ചതിൻ്റെ സകല തെളിവുകളും ആ കോൾ റെക്കോർഡിൽ വ്യക്തമായി കേൾക്കാമായിരുന്നു. കല്യാണത്തിന് വന്ന നാട്ടുകാരും ബന്ധുക്കളും ശ്വാസം അടക്കിപ്പിടിച്ച് അതെല്ലാം തന്നെ കേട്ടു നിന്നു. അങ്ങോട്ടേക്ക് വന്ന ബാങ്ക് മാനേജറും ശിവരാമേട്ടനും അവരെല്ലാവരും കൂടെ എത്തിയതോടുകൂടി തന്നെ ജയബാലിൻ്റെ സകല കള്ളത്തരങ്ങളും പൂർണ്ണമായും അങ്ങ് വെളിച്ചത്തായി. നിവിൻ്റെ അമ്മ രാജേശ്വരിക്ക് ഇതൊന്നും തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ സ്വന്തം ബന്ധുവായ ജയബാലൻ ഇത്രയും അധികം നീചനായ ഒരു മനുഷ്യനാണെന്ന് അവൾ തിരിച്ചറിഞ്ഞിരുന്നു. പാവം അരവിന്ദനെ ഇത്ര നാളും ക്രൂരമായി ചതിച്ചല്ലോ എന്നോർത്ത് അവർക്ക് വല്ലാത്തൊരു അറപ്പും വെറുപ്പും തോന്നി. നാട്ടുകാർ പലരും ജയബാലിനെതിരെ തിരിഞ്ഞു. നിങ്ങളൊരു ചെറ്റയാണ്, ഞങ്ങൾക്കത് നേരത്തെ അറിയാമായിരുന്നു. പക്ഷേ ആ പാവം അരവിന്ദനെ ചതിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? അങ്ങനെ പലരും മുഖത്ത് നോക്കി തന്നെ ചോദിക്കാനും തുടങ്ങി. എന്തു പറയണമെന്നറിയാതെ ജയബാലൻ ആകെ വിയർത്തു കുളിച്ചു. തൻ്റെ ജീവിതത്തിൽ ആദ്യമായി അയാൾക്ക് ഉത്തരം മുട്ടി. വേറെ ഏത് സാഹചര്യമായിരുന്നുവെങ്കിലും അയാൾക്കത് പണം കൊടുത്ത് ഒതുക്കാമായിരുന്നു. പക്ഷേ ഇപ്പം തൻ്റെ മകളുടെ കല്യാണമാണ്. നാടും നാട്ടുകാരും മുഴുവനും ഇവിടെയുണ്ട്. നാണം കെട്ട് തല താഴ്ത്തി നിന്ന് ജയബാലൻ പതിയെ കാവേരിയുടെ അടുത്തേക്ക് വന്നു. നിനക്ക് വേണ്ടത് നിന്റെ അച്ഛൻ്റെ പണമല്ലേ? അത് ഞാൻ തരാം. പക്ഷേ ഈ കേസ് നീ പിൻവലിക്കണം. അയാൾ വളരെ പതുക്കെ കെഞ്ചുന്ന സ്വരത്തിൽ തന്നെ കാവേരിയുടെ മുഖത്തു നോക്കി ചോദിച്ചു. കാവേരി മുഖത്തൊരു പുച്ഛമങ്ങ് വരുത്തി തീർക്കണേ. ഞങ്ങൾക്കാവശ്യം ആ പണം തന്നെയാണ് ജയബാല. എൻ്റെ അച്ഛൻ വെയിലത്ത് കിടന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം. അത് തിരിച്ചു തന്നാൽ നിനക്കെതിരെയുള്ള കേസ് ഞാൻ പിൻവലിക്കാം, അവൾ ഉറപ്പിച്ചു പറഞ്ഞു. മറ്റു വഴിയില്ലാതെ ജയബാലൻ അന്ന് തന്നെ കാവേരിക്ക് ആ മുഴുവൻ പണവും തിരികെ നൽകാൻ തന്നെ നിർബന്ധിതനായി. പണം കിട്ടിയ ഉടനെ തന്നെ കാവേരിയും കുടുംബവും ജയബാലിനെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അവിടെ നിന്നും നടന്നു പോവാണ്. പോകുന്നതിനിടയിൽ തന്നെ കല്യാണ ചെറുക്കൻ്റെ ആ ഒരു രൂപത്തിൽ നിൽക്കുന്ന നിവിനെ കാവേരി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാവേരി പോയതിന് പിന്നാലെ തന്നെ രാജേശ്വരി ജയബാലിൻ്റെ അടുത്തേക്ക് വന്നു. അവരുടെ മുഖത്ത് വല്ലാത്ത ദേഷ്യമുണ്ടായിരുന്നു. നിങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് ജയബാല, അതെനിക്കറിയാമായിരുന്നു ജയബാലേട്ടാ. പക്ഷേ ആ പാവം അരവിന്ദനെ ചതിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? എൻ്റെ സ്വന്തം സഹോദരനെ പോലെയായിരുന്നു എനിക്ക് അദ്ദേഹം. സ്വത്തിനോടും പണത്തിനോടും നിങ്ങൾക്ക് ഇത്രയധികം ആർത്തിയുണ്ടെന്ന് ഞാൻ ഒന്നും കരുതിയിരുന്നില്ല. സ്വന്തം കൂട്ടുകാരനെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ചതിച്ച നിങ്ങൾ നാളെ പണത്തിന് വേണ്ടിയിട്ട് എൻ്റെ മകനെയും എന്തും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങളുടെ മകളുമായിട്ടുള്ള ഈ ഒരു ബന്ധം എനിക്കിനി ഒട്ടും തന്നെ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവർ നിവിനോട് അവിടെ നിന്നും എഴുന്നേൽക്കാൻ ആവശ്യപ്പെട്ടു. അമ്മയുടെ ആ ഒരു തീരുമാനം നിവിനിൽ വലിയ സന്തോഷമുണ്ടാക്കി. അവൻ ഒട്ടും വൈകാതെ തന്നെ എഴുന്നേറ്റു. ഇത് കണ്ട് രാഗിണി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ നിവിൻ്റെ കൈകളിലങ്ങ് കയറി പിടിച്ചു. നിവിൻ, പ്ലീസ് എന്നെ ഉപേക്ഷിക്കരുത്, എനിക്ക് നിങ്ങളെ അത്രമാത്രം ഇഷ്ടമാണെന്ന് അവൾ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പക്ഷേ നിവിൻ അവളുടെ കൈകളൊക്കെ വിടുവിപ്പിച്ച് അമ്മയുടെ കൂടെ പുറത്തേക്ക് നടന്നു. പ്രവീണയും ജയബാലനും ചേർന്ന് രാജേശ്വരൻ്റെ മുന്നിൽ ഇങ്ങനെ കയറി നിൽക്കുകയാണ്. രാജി, എന്തുണ്ടെങ്കിലും നമുക്ക് പിന്നീട് സംസാരിക്കാം. എൻ്റെ മകളുടെ കല്യാണം ഇങ്ങനെ ഈ മണ്ഡപത്തിൽ വെച്ച് മുടങ്ങിക്കഴിഞ്ഞാൽ അവളുടെ ജീവിതം പിന്നെ എന്തായിരിക്കും? നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം, ജയബാലൻ അപേക്ഷിച്ചു. എനിക്കൊന്നും വേണ്ട ജയബാലേട്ടാ,
നിങ്ങൾ ഇവന് സ്വത്ത് കൊടുത്താലും എത്ര സ്വത്ത് കൊടുത്താലും അതൊക്കെ മറ്റുള്ളവരുടെ കണ്ണീരിൽ കുതിർന്നതായിരിക്കും. അങ്ങനെയുള്ള ഒന്നും തന്നെ ഞങ്ങൾക്ക് വേണ്ട. ഈ കുടുംബവുമായി ഇനി യാതൊരുവിധ ബന്ധത്തിനും എനിക്ക് താല്പര്യമില്ല എന്ന് രാജേശ്വരി തീർത്തും പറഞ്ഞു. രാജേശ്വരിയും ഭർത്താവും നിവിനെയും കൂട്ടിച്ച് അവിടെ നിന്നും പോവാണ്. കല്യാണ മണ്ഡപത്തിൽ വെച്ച് രാഗിണി ഉച്ചത്തിൽ അങ്ങ് പൊട്ടിക്കരഞ്ഞു. സ്വന്തം മകളുടെ ഈ ഒരു ഗതികേട് കണ്ട് ജയപാലനും പ്രവീണയും ആകെ തകർന്നു പോയി. രാഗിണി പകയോടുകൂടെ ജയപാലിന്റെ നേരെ തിരിഞ്ഞു. ആ കാവേരി അവൾ ഒരൊറ്റൊരുത്തി കാരണ ഇന്ന് നിവിൻ എന്നെ ഉപേക്ഷിച്ചു പോയത്. അവൾ അവിടെ മനസമാധാനത്തോടെ ജീവിക്കാൻ വിടരുത് പപ്പ. അവൾ വീണ്ടും കരഞ്ഞുകൊണ്ട് പറഞ്ഞു. തൻ്റെ മകളുടെ കണ്ണീര് കണ്ട ജയപാലൻ ഉള്ളിലങ്ങ് പക ആളിക്കത്തി. അവരുടെ പിന്നാലെ തന്നെ അച്ഛനുണ്ടാവും. എന്നും അവളുടെ പിന്നാലെ അച്ഛനുണ്ടാവും മോളെ. അവർ എവിടെ പോയാലും ഞാൻ അവളെ നരകിപ്പിക്കും. കാവേരി ഈ ജയപാലിന്റെ ഒരു മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ ഞാൻ ആരാണെന്ന് അവൾ ഇനി അറിയാൻ പോകുന്നതേയുള്ളൂ. സമാധാനം എന്തെന്നറിയാത്ത ആ തള്ളയും മക്കളും എൻ്റെ മുന്നിലൂടെ ഇങ്ങനെ നെട്ടോട്ടം ഓടുന്നത് എൻ്റെ കുഞ്ഞിന് ഞാൻ നേരിട്ടെന്നെ കാണിച്ചു തരാം. ജയപാലിന്റെ ആ ഒരു വാക്കുകളിൽ വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ ഭയാനകമായ മുന്നറിയിപ്പുണ്ടായിരുന്നു. പ്രതികാരത്തിന്റെ അഗ്നി അവരുടെ ഉള്ളിലിങ്ങനെ ആളിപ്പടരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ പുഴയും കടന്ന സീരിയലിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ